അപ്പോൾ യാത്രയുടെ മൂഡിലാണെന്ന് മനസ്സിലായല്ലോ. എല്ലാവരും 8 മണിയിൽ സ്റ്റാർട്ട് ചെയ്താണ്, പക്ഷെ 8:30 ആവും. അതാണ് ഞങ്ങളുടെ കണക്ക്. കൃത്യനിഷ്ഠത കൃത്യമായി പാലിക്കുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങളൊരു 8:30 കഴിഞ്ഞിട്ടാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ആക്ച്വലി ഒരാൾ വരാനുണ്ടായിരുന്നു. അപ്പോൾ ആ ആളെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾക്ക് ഡിലേ ആയി പോവാനുള്ളത്. അഞ്ചു മിനിറ്റ് ഞാൻ ഓടിയെത്തി. അപ്പം നമ്മുടെ ആക്ച്വലിയാണ് വരാൻ കുറച്ച് ലേറ്റ് ആയിരിക്കുന്നത്. കാരണം നമ്മുടെ അനുവിനെയാണ് നമ്മൾ ആക്ച്വലി പറയണത്. അവൾ എറണാകുളത്തൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവളെ അടിക്കി പറയും. മേ ബി ആക്ച്വലി എന്നുള്ള വേർഡ് പറഞ്ഞുകൊണ്ട് നമ്മൾ അവൾക്ക് പേരിട്ടാണ് ആക്ച്വലി. അങ്ങനെ ഞങ്ങളിത് ഊട്ടി യാത്ര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വൈബ് എന്ന് പറഞ്ഞ വൈബ്. കാരണം ഞങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ടീം ഇങ്ങനെ ട്രിപ്പിൻ്റെ മൂഡിലായിരുന്നു. കാരണം ഭയങ്കര ഹാപ്പി മൂഡ് എന്ന് പറയും. അങ്ങനെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ റൂമെടുത്ത് റൂം ചെക്കൗട്ട് ആകുന്ന വരെയുള്ള വീഡിയോ ഈ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ചായ കുടിക്കാനുള്ള ഒരു സ്ഥലത്തെത്തി. ചായയൊക്കെ കുടിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അടുത്ത ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു മഞ്ഞ് മൂടിയ പോലെ അവസ്ഥയാണ്. രാവിലത്തെ ഫുഡൊക്കെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി സൈഡ് ഒതുക്കി അങ്ങനെ എല്ലാവരും കൈയിട്ട് മാന്തി എല്ലാ പാത്രത്തിൽ നിന്നും ഇങ്ങനെ ഷെയർ ചെയ്ത് ഞങ്ങൾ കഴിച്ച് അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരെന്തായി തോള് കൈയിട്ട് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ഒരു സ്ഥലത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ ഗൂഗിൾ പേ ഇല്ല. പിന്നെ പൈസയ്ക്ക് വേണ്ടി രമ നട്ടോട്ടോടി ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പൈസയൊക്കെ സെറ്റ് ചെയ്ത് കായലിൻ്റെ ഉള്ളിൽ കയറി അവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ച്. ഇവിടെ ഇവളെന്താ കാണിക്കില്ലെന്ന് അറിയോ? ഒരു ഡാൻസാണ് കളിക്കുന്നത്. അതിന് താളം പിടിച്ചുകൊണ്ട് ഞാനും നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ റൂമിൻ്റെ സ്ഥലത്തെത്തി. അങ്ങനെ നേരത്തെ പറഞ്ഞ ആക്ച്വലി നമ്മുടെ അനു ഇവിടെ ഡാൻസൊക്കെ കളിച്ചിട്ട് നമ്മളെടുത്ത എന്താണ് റൂമിൻ്റെ സൈഡിലേക്ക് ഞങ്ങൾ നടന്നു പോവുകയാണ്. റൂമൊക്കെ അടിപൊളിയായിട്ടോ. കുട്ടികളും ഉണ്ടായിരുന്നു. അവർക്ക് വേറൊരു റൂമും നമുക്ക് വേറെ റൂമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രിയിലൊക്കെ നല്ല അടിച്ച് പൊളിച്ച് വൈബ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഓർമ്മയിൽ വെച്ച് ഞാൻ ആദ്യത്തെ എന്താ ഒരു ആയിട്ട് നമ്മുടെ രമ പറയുന്ന സെറ്റ്. അങ്ങനെ നമ്മുടെ എല്ലാ ടീമും അംഗങ്ങളും ഈ റൂമിൻ്റെ അടുത്തേക്കാണ് ഈ നീങ്ങുന്നത്. അപ്പോൾ അതാ ആശ പോകുന്നുണ്ട് റൂമിലേക്ക്, രമ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും റൂമിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അടുത്ത് നമ്മൾ റൂമിൻ്റെ ഒരു വൈബ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. റൂമിൻ്റെ ചാവിയൊക്കെ തുറന്ന് നമ്മളിതാ B4 എന്ന റൂമിലേക്കാണ് കേട്ടോ നമ്മൾ കയറുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ കടന്നിട്ട് ഞങ്ങളുടേതായ കുറേ വൈബ് ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം കുഞ്ഞു നാൾ മുതൽ നമുക്കൊരു ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആദ്യത്തെ ഒരു അനുഭവമാണ്. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി ഞങ്ങൾ ബെഡിലൊക്കെ കൊണ്ട് ആൾട്ടായിട്ടുള്ള ഒരു സീനാണ് ഞങ്ങൾ കണ്ടത്. അടുത്ത് നമ്മൾ പോകുന്നത് ഗാർഡനിലേക്കാണ്. അങ്ങനെ ഗാർഡനിൽ നല്ല കാഴ്ചകളെല്ലാം കണ്ട് ഇത് ഭംഗിയ പൂക്കളുടെയൊക്കെ ഒരു ഇത് കാണാനെന്നറിയോ. എന്ത് കളറാണാവല്ലേ ഇവരിങ്ങനെ സ്പെഷ്യൽ ഇടുന്നത്. ഭയങ്കര ഭംഗി. പൂവൊക്കെ വലിയ വലിയ പൂക്കൾ. അതുപോലെയൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിക്കോളന്നില്ല. അങ്ങനെ അവളോടന്നൊരു വീഡിയോ ഒക്കെ റീലൊക്കെ എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൾക്കൊരു കോൾ വന്ന് അവളങ്ങനെ കോളിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് കടന്നു കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളവിടെ നിന്ന് നേരെ റൂമിലേക്ക് വന്ന് രാത്രിയത്തെ കുറച്ച് പല്ലുതേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പം ഞങ്ങൾ ഊട്ടി വിടുകയാണ്. ഇന്നത്തെ വൈബൊക്കെ ആസ്വദിച്ചിട്ട് അല്ല വൈകുന്നേരം ചെക്കൗട്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ രാവിലത്തെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുമ്പോ രാവിലത്തെ മസാല ദോശയും നല്ലൊരു കോഫി അല്ലേ, കോഫി അടിച്ചിട്ട് ഞങ്ങള് കുറച്ചൊക്കെ ഒന്ന് വൈബൊക്കെ ആസ്വദിച്ചിട്ട് വീണ്ടും റൂമിൽ വന്ന് ഉച്ചത്തെ ഫുഡ് പുറത്തുനിന്നല്ലേ. അപ്പൊ ഉച്ചത്തെ ഫുഡൊക്കെ പുറത്തുനിന്നാണ്. ചെക്കൗട്ട് നമുക്ക് നമ്മളിവിടെ എത്തിയപ്പോ 5 മണിയോ ഇന്നലെ എത്തിയത് 6 മണിയോ നമ്മളിപ്പോ ചെക്കൗട്ട് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഊട്ടിയുടെ വൈബൊക്കെ ആസ്വദിക്കുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ ഇടുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ഒന്ന് ആഞ്ഞൊന്ന് അമർത്തുക. സെറ്റ്. അപ്പൊ അങ്ങനെ തുടർന്നും അടുത്ത ഒരു ടൂറ് ഉണ്ടാവും വിചാരിക്കുക. അതെ,
ഗോവ അടുത്ത ഗോവയ്ക്ക് അല്ലേ? ഗോവയ്ക്ക് ഒരാളെയും കൂടി ആഡ് ചെയ്തിട്ടില്ല. ഇതാ ഞങ്ങളുടെ സ്വന്തം മെമ്പറാണ്. മെമ്പർ അറിയാം, കാരണം എനിക്ക് പിന്നെ മറ്റേ സ്വന്തം മെമ്പറാണ്. ഏപ്രിൽ 1-ാം തീയതി ഞാൻ വിളിച്ച് പറ്റിച്ചിട്ട് ഷോക്ക് കൊടുത്ത ആളാണ്. അടുത്ത ഏപ്രിൽ ഞാന് അടിപൊളി വൈഫായിട്ടുള്ള എന്താണ് കാണിക്കാ, വാതിൽ തുറക്കുമ്പോ അവൾക്ക് നല്ല അടിപൊളി കണി കാണിച്ചു ഞങ്ങളെ വീഡിയോ കേട്ടോ. പച്ച, നീല, മഞ്ഞ, ചുമപ്പ് അത് ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ അനു ആക്ച്വലി ഇവിടെ ഉണ്ട്. ആക്ച്വലി മോർണിംഗ്. അപ്പൊ ഞങ്ങളിതാ രാവിലത്തെ ഊട്ടി വൈബ് ആസ്വദിക്കാൻ പോവുകയാണ്. ബൈ. അപ്പോൾ ഊട്ടിയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരാം. കുറച്ച് റീലിൻ്റെ പ്രാക്ടീസ് നടത്തട്ടെ. ഓക്കെ, ബൈ. 2, 3 സ്റ്റാർട്ട്.